പ്രാഥമിക വിദ്യാഭ്യാസ സൗകര്യമാകുന്ന മദ്രസ പഠനം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ പദ്ധതികൾക്ക് സമസ്ത നേതൃത്വം നൽകുകയും ചെയ്തു. ഇന്ന് അൽഹംദുലില്ലാഹ് കാലം ആവശ്യപ്പെടുന്ന രീതിയിൽ വിദ്യാഭ്യാസ സംവിധാനത്തെ രൂപപ്പെടുത്തിയെടുത്തുകൊണ്ട് KG തലം ഉൾപ്പെടെ മദ്രസ വിദ്യാർത്ഥികളുടെ സംവിധാനത്തിനുൾപ്പെടെ മദ്രസ പഠനത്തിന് മുമ്പ് തന്നെ നമ്മുടെ കുട്ടികൾക്ക് എല്ലാ അർത്ഥത്തിലും വളരെ കൃത്യമായി കൊണ്ട് പരിശുദ്ധമായ ദീനി ജ്ഞാനത്തെ മനസ്സിലാക്കാൻ കഴിയാവുന്ന രീതിയിൽ വളരെ കൃത്യമായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും മദ്രസ വിദ്യാഭ്യാസം പ്രായമായതിനു ശേഷവും ലഭ്യമാവാത്തവർക്ക് പോലും വളരെ കൃത്യമായി ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഓൺലൈനായിക്കൊണ്ട് പഠനം നടത്താൻ സാധ്യമാകുന്ന രീതിയിൽ ലേണിംഗ് കോഴ്സ് സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ രൂപീകരിച്ച അതിപ്രധാനമായ ഒരു കാലത്താണ് നാം 100ാം വാർഷികത്തിന് ഒരുങ്ങുന്നത്. അതോടൊപ്പം ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടു, ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു, നാഷണൽ മേഖലയിലേക്ക്, ദേശീയ തലത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെ വളരെ കൃത്യമായി അതിന്റെ പദ്ധതികളെ നമ്മുടെ നേതാക്കൾ പ്രസരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രഥമഘട്ടമെന്നോണമാണ് നമ്മൾ ഈ പദ്ധതിയെ സമൂഹത്തിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. SNEC എന്നുള്ള പേരിൽ വളരെ കൃത്യമായി പ്ലാനിങ്ങോടുകൂടെ സമൂഹം ഇന്ന് ആവശ്യപ്പെടുന്ന കരിക്കുലത്തെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ടാണ് SNEC വിദ്യാഭ്യാസ കരിക്കുലം, വിദ്യാഭ്യാസ പദ്ധതി സമൂഹത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. ഇന്ന് എല്ലാ മേഖലകളിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അന്വേഷിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയായി കേവലം 2 വർഷം പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ സംവിധാനത്തെ ആക്കിയെടുക്കാൻ സാധ്യമായതെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ വിദ്യാഭ്യാസ വിഭാഗമാകുന്ന വിദ്യാഭ്യാസ ബോർഡും തുടങ്ങിയിട്ടുള്ള ഏത് പദ്ധതിയും സമൂഹം ഏറ്റെടുത്തിട്ടുള്ള ഒന്നാണ് എന്ന് നമുക്ക് ബോധ്യമാകും. അൽഹംദുലില്ലാഹ് ആ പദ്ധതികളെയൊക്കെ താഴെത്തട്ടിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കേണ്ടതും അതിന്റെ പ്രചരണങ്ങളിൽ പങ്കാളികളാവേണ്ടവരുമൊക്കെ നമ്മളാണ്. സമസ്തയുടെ ഖാദിമീങ്ങളാകുന്ന പ്രവർത്തകരാണ്. നമുക്കിനി വിഷ്ടമമില്ലാത്ത പ്രവർത്തനമാണ് ഒരു വർഷക്കാലം കൊണ്ട് നിർവഹിക്കാനുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികൾ. കാരണം കാലമെന്നുള്ളത്, കാലക്കാർ എന്നുള്ളത് വിദ്യാഭ്യാസപരമായി കൊണ്ട് വലിയ പുരോഗതി ആഗ്രഹിക്കുന്നവരും വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരും കാലം നമ്മോട് അത്തരമൊരു ആവശ്യത്തെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ പുതിയ കാലത്തോട് വളരെ കൃത്യമായി നീതി പുലർത്തിക്കൊണ്ട് സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ മഹത്തായ പദ്ധതിയെ സമൂഹത്തിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധ്യമാവണം. ആ രീതിയിൽ വളരെ സാഘോഷം ഈ ഒരു വർഷക്കാലത്തെ നമ്മുടെ കർമ്മമണ്ഡലത്തെ നിരന്തരം വളരെ കൃത്യമായി നാം ബോധപൂർവം തന്നെ സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തിച്ചുകൊണ്ട് പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയിലൂടെ വളർന്നു വരുന്ന ഒരു തലമുറയെ, പ്രത്യേകിച്ച് പുതിയ തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ സാധ്യമാകുന്ന രീതിയിലുള്ള കൃത്യമായ പ്ലാനിങ്ങോട് കൂടെയുള്ള ഒരു പ്രവർത്തനം നാം ഓരോരുത്തരും നിർവഹിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിയുന്നതനായ മുശാവറ നമ്മോട് നിർദ്ദേശിക്കപ്പെടുന്ന കർമ്മ പദ്ധതികളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമാവണം. വളരെ കൃത്യമായി ഓരോ ഘടകങ്ങൾക്കും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു 16ഓളം ഉപഘടകങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപഘടകങ്ങളായിക്കൊണ്ടുണ്ട്. ഓരോ ഉപഘടകങ്ങൾക്കും വ്യത്യസ്തങ്ങളായ പദ്ധതികളെ നമ്മുടെ നേതാക്കൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ പദ്ധതികളൊക്കെ വളരെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് സമ്മേളനത്തിന്റെ സന്ദേശത്തെയും അതോടൊപ്പം തന്നെ നമ്മുടെ കർമ്മ പദ്ധതികളെയുമൊക്കെ അടിത്തട്ടിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് ആവശ്യമായ ധാർമ്മികമായ ഉത്ഥാനങ്ങൾ നിറഞ്ഞ പ്രവർത്തനങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെ നിൽക്കാൻ നമുക്ക് സാധ്യമാവണം. അതിന് സാധ്യമാകുന്ന ഒരു സമ്മേളന വാർഷികമായി 100ാം വാർഷികത്തിന്റെ പ്രചരണ കാലയളവിനെ ഉപയോഗപ്പെടുത്താൻ സർവശക്തനായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ.